വെൽക്കം ടു ട്രൈഡൂട്ട്. നമുക്ക് ഇന്നത്തെ US ഓയിലിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം. അതിനുവേണ്ടി എടുത്തിരിക്കുന്ന വൺ ഡേ ചാർട്ടാണ്. വൺ ഡേ ചാർട്ടിലെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്യേണ്ടതുണ്ട്. ആദ്യം നമ്മൾ ചെയ്യുന്നത് ഒരു സപ്പോർട്ട് ഏരിയ ആണ്. ഒരു സപ്പോർട്ട് ഏരിയ എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ മാർക്ക് ചെയ്ത ഒരു ഏരിയ ആണ് ഈ സപ്പോർട്ട് ഏരിയ. ഈ സപ്പോർട്ട് ഏരിയയുടെ പ്രത്യേകത നോക്കിയാൽ കാണാം, മാർക്കറ്റ് ഇവിടെ നിന്ന് ഒരു ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്ത് പോയതാണ്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്തു. പിന്നെ അവിടേക്ക് റീടെസ്റ്റ് വന്നിട്ടുണ്ട്, ഒന്ന് രണ്ട് തവണ റീടെസ്റ്റ് വന്നിട്ടുണ്ട്. ആ റീടെസ്റ്റ് നോക്കിയാൽ കാണാം, 3-4 തവണ വന്നിട്ടുണ്ട്. അതിൽ ആദ്യത്തെ തവണ ഇവിടെ വന്നു, പിന്നെ 2 ദിവസം അടുപ്പിച്ച് വീണ്ടും വന്നു, പിന്നെ നോക്കിയാൽ കാണാം വീണ്ടും 2 ദിവസം അടുപ്പിച്ച് വന്നിട്ടുണ്ട്. അപ്പൊ ആ ഒരു ഏരിയ വളരെ സ്ട്രോങ് ആയിട്ട് ആക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി രണ്ടാമത്തെ കാര്യം നോക്കിയാൽ കാണാം, മാർക്കറ്റ് ഇവിടെ നിന്ന് സപ്പോർട്ട് എടുത്തു കഴിഞ്ഞ് ഒരു റെസിസ്റ്റൻസ് ഏരിയയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. നോക്കിയാൽ കാണാം ഇവിടെയും വന്ന് മാർക്കറ്റ് സപ്പോർട്ട് എടുത്തിട്ട് ഒരു സപ്ലൈ നടന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഏരിയ ആണ്. സപ്ലൈ നടക്കുന്നതിന്റെ ഇടയിൽ ഒരു ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ഇംബാലൻസിൽ നിന്ന് റെസിസ്റ്റൻസ് എടുത്തിട്ട് മാർക്കറ്റ് താഴോട്ടേക്ക് വന്നു. താഴോട്ടേക്ക് വരുന്ന സമയത്ത് ശ്രദ്ധിച്ചാൽ കാണാം ഈ ഒരു ലോയിനെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഈ ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സപ്പോർട്ട് ഏരിയയിലുള്ള എല്ലാ ലോയിനെയും ബ്രേക്ക് ചെയ്തിട്ട് മാർക്കറ്റ് ഇന്നലെ മുകളിലോട്ട് കയറി പോയിട്ടുണ്ട്. ഇന്ന് വീണ്ടും മാർക്കറ്റ് ഇന്ന് ഓപ്പൺ ചെയ്തിട്ട് താഴോട്ടേക്കാണ് ഇറങ്ങിയിരിക്കുന്നത്. ഇറങ്ങുന്നതിന്റെ ഒരു പ്രധാന കാരണം നമ്മൾ വിശ്വസിക്കുന്നത് ഒരിക്കൽ കൂടി മാർക്കറ്റ് മുകളിൽ പോകാനായിരിക്കുമെന്നാണ്. അപ്പൊ ഒരു സപ്പോർട്ട് എടുക്കാനായിരിക്കും താഴോട്ടേക്ക് വരുന്നത് എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇത്രയാണ് വൺ ഡേ ചാർട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ഇനി നമുക്ക് 1 അവർ ചാർട്ടിലോട്ട് പോയിട്ട് പ്രധാനപ്പെട്ട ഏരിയാസ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നോക്കാം. 1 അവറിൽ പോകുമ്പോൾ നമ്മൾ നേരത്തെ വരച്ച കാര്യങ്ങളൊക്കെ ഒന്ന് ഡിലീറ്റ് ചെയ്യുന്നുണ്ട്. സപ്പോർട്ട് ഏരിയ ആണ് ഡിലീറ്റ് ചെയ്തിരിക്കുന്നത്. നേരത്തെ വരച്ച ഒരു സപ്പോർട്ട് ഏരിയ ആണ് ഡിലീറ്റ് ചെയ്തിരിക്കുന്നത്. 1 അവറിൽ നോക്കിയാൽ കാണാം ഈ ഒരു ഏരിയയുടെ പ്രത്യേകത. അതായത് ഇപ്പൊ നമ്മൾ ഡയൽ വരച്ചിരിക്കുന്ന ഒരു ഏരിയയും കൂടിയാണ്. അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ഇവിടുന്ന് ഒരു മൂവ്മെന്റ് തന്നു. മൂവ്മെന്റ് തന്നിട്ട് ഒരു ബ്രേക്ക് ഔട്ട് തന്നു മുകളിലോട്ട്. അതിനുശേഷം റീടെസ്റ്റ് തന്നു. വീണ്ടും നോക്കിയാൽ കാണാം ഒരു വലിയൊരു ക്യാൻഡിൽ ഇവിടെ വീണ്ടും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു സപ്പോർട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു വലിയ ക്യാൻഡിൽ ക്രിയേറ്റ് ചെയ്തു. വലിയ ക്യാൻഡിൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ ഉള്ള ഒരു റെസിസ്റ്റൻസ് ഏരിയ, ഒരു റെസിസ്റ്റൻസ് ഏരിയയിൽ നിന്ന് മാർക്കറ്റ് ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങുന്നുണ്ട്. അതായത് മാർക്കറ്റ് ഒന്നുകൂടി താഴോട്ടേക്ക് ഇറങ്ങുമെന്നാണ് വിശ്വസിക്കുന്നത്. ഇനി മറ്റൊരു 1 അവറിന്റെ പ്രധാനപ്പെട്ട ഏരിയാസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. 1 അവറിൽ താഴോട്ടേക്ക് വരുന്ന സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ തന്നെയാണ്. ഇവിടേക്ക് റീടെസ്റ്റ് ഇതുവരെ വന്നിട്ടില്ല. ഒരുപക്ഷെ മാർക്കറ്റ് നേരത്തെ പറഞ്ഞ അല്ലെങ്കിൽ നേരത്തെ വരച്ചു വെച്ചിരിക്കുന്ന ലോയിനെ ബ്രേക്ക് ചെയ്ത് വീണ്ടും താഴോട്ടേക്ക് ഇറങ്ങുകയാണെങ്കിൽ, അതായത് ഇതിന് താഴോട്ടേക്ക് ഇറങ്ങുകയാണെങ്കിൽ ഇവിടം വരെ എത്താനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇവിടെ ഒരു സപ്പോർട്ട് ഏരിയ നമ്മൾ വരച്ചു വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഓൾറെഡി നമ്മൾ റെസിസ്റ്റൻസ് മാർക്ക് ചെയ്ത് വെച്ചതാണ്, ഒരു ഹൈയിൽ മാർക്ക് ചെയ്ത് വെച്ചതാണ്. അതുപോലെ തന്നെ ഇതൊരു ഇംബാലൻസ് ആയിരുന്നു, പ്രീവിയസ് ഡേയുടെ ഇംബാലൻസ് ആയിരുന്നു. അതിനൊരു ഇംബാലൻസ് ആയിട്ട് മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഏരിയ കുറച്ച് ഡേയുടെ ഇംബാലൻസ് ആയിരുന്നു. ആ ഇംബാലൻസ് എടുത്തിട്ടാണ് മാർക്കറ്റ് താഴോട്ടേക്ക് വന്നിരിക്കുന്നത്. അപ്പൊ അതിനെ മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പൊ ഇത്രയാണ് 1 അവറിൽ മാർക്ക് ചെയ്ത് വെക്കുന്നത്. ഇനി 1 അവറിലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും. നോക്കിയാൽ കാണാം ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ ഉണ്ടായിരുന്നു. ആ ഒരു ട്രെൻഡ് ലൈനെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒരു ബ്രേക്ക് ചെയ്തിട്ടുണ്ട് മാർക്കറ്റ്. ജസ്റ്റ് ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഒരു റെസിസ്റ്റൻസിൽ നിന്നാണ് മാർക്കറ്റ് താഴോട്ടേക്ക് ഇറങ്ങുന്നത്. അപ്പൊ ഒരുപക്ഷെ കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ട് താഴോട്ടേക്ക് ഇറങ്ങാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അപ്പൊ അതൊക്കെ എവിടെയാണ് എന്താണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ചുകൂടി ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോവാം. അതിനുവേണ്ടി 50 മിനിറ്റ്സിലോട്ടാണ് പോകുന്നത്. 50 മിനിറ്റ്സിലോട്ട് വരുന്ന സമയത്ത് ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാം ഇവിടെ ഒരു ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്ത ഏരിയ ആണ്. ആ ഒരു ഏരിയയിലേക്ക് മാർക്കറ്റ് ഇറങ്ങി വരാനുള്ള സാധ്യതയുണ്ട്. പ്ലസ് എന്താണ്, അവിടെ ഒരു ഇംബാലൻസും കൂടിയുണ്ട്. അപ്പൊ ഇതിനെ മാർക്ക് ചെയ്തിടുന്നുണ്ട്. അതുപോലെ തന്നെ മുകളിൽ, അതായത് ഈ ഒരു ഏരിയയിൽ ഇംബാലൻസ് ഉണ്ട്, അത് പ്ലസ് എന്താണ് റെസിസ്റ്റൻസും ഉണ്ട്. നമ്മൾ അതിനെ മാർക്ക് ചെയ്തിടുന്നുണ്ട്. അതിനെ ഒരു റെസിസ്റ്റൻസ് ആയിട്ടാണ് മാർക്ക് ചെയ്തിടുന്നത്, ഇംബാലൻസ് ആയിട്ടല്ല. കാരണം രണ്ടും കൂടി ഒരുമിച്ച് വന്നുകൊണ്ടാണ്. അപ്പോൾ 50 മിനിറ്റ്സിന്റെ ഒരു എൻട്രി സാധ്യത, അല്ലെങ്കിൽ 50 മിനിറ്റ്സിലോട്ട് വരുന്ന സമയത്ത് ഒരു എൻട്രി സാധ്യത എന്ന് പറയുന്നത് ഒന്ന് ട്രെൻഡ് ലൈൻ ബേസ് ആയിട്ടുള്ള ഒരു എൻട്രി ആണ്. നമ്മുടെ സ്ട്രാറ്റജി ബേസ് ചെയ്തിട്ടുള്ള എൻട്രി ആണ്. അത് ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു ലൈനിനെ ഒന്ന് കളർ ചേഞ്ച് ആയിട്ട് ഇടുന്നുണ്ട്. അപ്പോൾ ആ ഒരു സാധ്യത നിൽക്കുന്നുണ്ട്. ഒപ്പം തന്നെ മറ്റൊരു എൻട്രി സാധ്യത എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ഇവിടേക്ക് ഇറങ്ങുകയാണ്, ഈ ഇംബാലൻസിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ, ഇംബാലൻസിൽ നിന്ന് നല്ലൊരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു എൻട്രി സാധ്യത ഉണ്ട്. അപ്പൊ അത് കുറച്ചുകൂടി മുകളിലോട്ട് പോയി കഴിഞ്ഞ് ഈ റെസിസ്റ്റൻസ് ഏരിയയിലേക്ക്, അല്ലെങ്കിൽ ഇംബാലൻസിന്റെ ഫസ്റ്റിലേക്കോ അല്ലെങ്കിൽ ഈ റെസിസ്റ്റൻസ് ഏരിയയിലേക്കോ മാർക്കറ്റ് എത്താനുള്ള ഒരു സാധ്യത വളരെ ക്ലിയർ ആയിട്ട് കാണുന്നുണ്ട്. അപ്പൊ ഇതൊരു നല്ലൊരു എൻട്രി സാധ്യതയാണ് 50 മിനിറ്റ്സിന്റെ. ഈ ഒരു ഇംബാലൻസ് എന്ന് വെച്ചാൽ അത്യാവശ്യം വലുതാണ്. പിന്നെ മാത്രമല്ല താഴെ ഒരു സപ്പോർട്ട് ഏരിയയും കൂടി ഉണ്ട്. അപ്പൊ ഇതും കൂടി നോട്ട് ചെയ്ത് വെക്കണം. ഒരുപക്ഷെ ഇംബാലൻസിൽ നിന്ന് കുറച്ച് നേരം ഒന്ന് നിന്നിട്ട് താഴോട്ടേക്ക് വന്ന് വീണ്ടും സപ്പോർട്ട് എടുത്തിട്ടായിരിക്കും പോകുന്നുണ്ടാവുക.
അല്ലെങ്കിൽ ഇംബാലൻസിലോട്ട് വന്നതിന് ശേഷം നല്ലൊരു റിജക്ഷൻ പാറ്റേണോ അല്ലെങ്കിൽ റിജക്ഷൻ ക്യാൻഡിൽസോ മറ്റോ കണ്ടിട്ടുണ്ടെങ്കിൽ അതിനെ ഫോളോ ത്രൂ ആയിട്ട് നമുക്കൊരു ബൈ എൻട്രി എടുക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു സാധ്യത കാണുന്നുണ്ട്. ഇംബാലൻസിലേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞതിന് ശേഷം ഒരു എൻട്രി സാധ്യത മുകളിലോട്ട്, അല്ലെങ്കിൽ ആ സപ്പോർട്ടിലേക്ക് ഇറങ്ങി വന്നതിന് ശേഷം ഒരു എൻട്രി സാധ്യത മുകളിലോട്ട് കാണുന്നുണ്ട്. അതിന്റെ ടാർഗറ്റ് നേരത്തെ പറഞ്ഞ പോലെ ഏറെക്കുറെ ഈ റേഞ്ച് വരെയൊക്കെ നമുക്ക് വെക്കാം. ഇനി അടുത്തൊരു സാധ്യത എന്ന് പറയുന്നത് ഇപ്പൊ ഇങ്ങോട്ട് ഇംബാലൻസിലേക്ക് എത്താതെ, അല്ലെങ്കിൽ ഇവിടെ ഇപ്പൊ ഈ പറഞ്ഞത് ഇത് അത്യാവശ്യം മോശമില്ലാത്തൊരു സപ്പോർട്ട് ഏരിയ ആണ്. ഈ പറഞ്ഞ ലൈന് അതിന്റെയും കളർ ചേഞ്ച് ചെയ്തിടുന്നുണ്ട്. ഈ ലൈനിലേക്ക് നിന്ന് മാർക്കറ്റ് ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങി, അതായത് ഇതിനെ ഒന്ന് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നല്ലൊരു പാറ്റേൺ, ഇതുപോലെ തന്നെ ഒരു നല്ലൊരു പാറ്റേൺ, ഇവിടെ ഇപ്പോൾ തന്നിരിക്കുന്ന പാറ്റേൺ പോലെ തന്നെ നല്ലൊരു പാറ്റേൺ കിട്ടുകയാണെങ്കിൽ അതിന് ഫോളോ ത്രൂ ആയിട്ട് ഒരു ട്രേഡ് എടുക്കാം. അതും വരികയാണെങ്കിൽ നമുക്കൊരു ചെറിയ ടാർഗറ്റ് വെച്ച് ഒഴിയേണ്ടി വരും. ഇതിന്റെ ഹൈ, അതായത് ഇന്നത്തെ ഡേ ഹൈ വെക്കുക, അവിടെ നിന്ന് നോക്കുക, അവിടെ നിന്ന് നല്ലൊരു ക്യാൻഡിൽ കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ മിക്കവാറും ഈ ഒരു റെസിസ്റ്റൻസ് ഏരിയയിലേക്ക് എത്താനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പൊ 2 എൻട്രി സാധ്യതകൾ പറഞ്ഞിട്ടുണ്ട്. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഇംബാലൻസിലേക്ക് മാർക്കറ്റ് വളരെ സ്ട്രോങ് ആയിട്ട് ഇറങ്ങി കഴിഞ്ഞതിന് ശേഷം കാര്യമായിട്ട് മുകളിലോട്ടൊന്നും പോവാതെ ഒന്ന് കുറച്ചു നേരം ഇവിടെ നിന്ന് കൺസോളേഷൻ ചെയ്ത് കഴിഞ്ഞ് ഈ ട്രെൻഡ് ലൈൻ കൂടി ബ്രേക്ക് ചെയ്യണം. ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തിട്ട് ഈ ഏരിയയും കൂടി, അതായത് ഈ ഒരു വരച്ചിരിക്കുന്ന സപ്പോർട്ട് ഏരിയയും കൂടി ബ്രേക്ക് ചെയ്തതിന് ശേഷം വരുന്ന റീടെസ്റ്റ് എപ്പോഴും ശ്രദ്ധിക്കണം. സ്ട്രോങ് റീടെസ്റ്റ് ആയിരിക്കരുത്, ഒരു വീക്ക് റീടെസ്റ്റ് ആയിരിക്കണം. റീടെസ്റ്റ് വന്നിട്ട് വീണ്ടും ഒരു ക്യാൻഡിൽ പാറ്റേൺ താഴോട്ടേക്ക് വരികയാണ്, സെല്ലിംഗ് ക്യാൻഡിൽ പാറ്റേൺ അല്ലെങ്കിൽ ബെയറിഷ് ക്യാൻഡിൽ പാറ്റേൺ താഴോട്ടേക്ക് തരികയാണെങ്കിൽ അവിടെ നിന്ന്, അതായത് ഈ ഏരിയയുടെ താഴെ നിന്ന് നമുക്കൊരു എൻട്രി ഉണ്ട്. അപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ലോയിനെ ബ്രേക്ക് ചെയ്ത് തന്നെ വരണം. ഈ ലോയുടെ താഴെ നിന്നാണ് നമുക്കൊരു എൻട്രി വരുന്നത്, അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പൊ അവിടെ നിന്ന് എൻട്രി കിട്ടുകയാണെങ്കിൽ നമ്മുടെ ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് ഇപ്പൊ നേരത്തെ വരച്ചിരിക്കുന്ന ഈ ലോയിലേക്ക് വെക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഒരു സെൽ എൻട്രി എന്ന് പറയുന്നത്. ഇനി ഇവിടെ വന്നതിന് ശേഷം മാർക്കറ്റ് വീണ്ടും താഴോട്ടേക്ക് വരാനുള്ള സാധ്യത ഉണ്ട്. നേരത്തെ പറഞ്ഞിരുന്നു, അങ്ങനെ വരികയാണെങ്കിൽ വീണ്ടും മാർക്കറ്റ് എത്താവുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ വരച്ചിരിക്കുന്ന ഈ ഒരു പ്രധാനപ്പെട്ട സപ്പോർട്ട് ഏരിയ ആണ്. അവിടേക്ക് എത്താനുള്ള സാധ്യത കാണുന്നുണ്ട്. അല്ലെങ്കിൽ ഇവിടെ നിന്ന്, അതായത് ഈ ഒരു ഏരിയയിൽ നിന്ന് ഒരുപക്ഷെ മാർക്കറ്റ് ഒന്ന് വലിയ രീതിയിൽ ഒരു പാറ്റേൺ തരികയാണ്. പാറ്റേൺ തരികയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ രീതിയിൽ ഒരു ബുള്ളിഷ് പാറ്റേൺ തരികയാണ്. ബുള്ളിഷ് എൻഗൾഫിങ്ങോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ തരികയാണെങ്കിൽ അതിനും ഫോളോ ത്രൂ ആയിട്ട് നമുക്കൊരു ട്രേഡ് എടുക്കാം. ഒരുപക്ഷെ ആ ഒരു ട്രേഡ് കിട്ടുന്നത് വലിയൊരു പ്രോഫിറ്റിലേക്ക് എത്താനുള്ള സാധ്യത ഉണ്ട്. ഈ പറഞ്ഞ ഇംബാലൻസ് വരെയൊക്കെ എത്താനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ അങ്ങനെ ഒരു എൻട്രി സാധ്യത കൂടി ഉണ്ട്. ഇനി വലിയ രീതിയിലൊന്ന് പോകണമെങ്കിൽ, നമുക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടണമെങ്കിൽ നേരത്തെ പറഞ്ഞ ഈ റെസിസ്റ്റൻസ് ഏരിയയുടെ മുകളിൽ നിന്ന് നല്ലൊരു പുഷ് വരികയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, വലിയ രീതിയിൽ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. ഏകദേശം 73 ഒക്കെ എത്തുമെന്ന് പ്രതീക്ഷിക്കാം. അങ്ങനെ ഒരു ചാൻസും കൂടി ഉണ്ട്. അതൊരു പക്ഷെ ഇന്ന് നടക്കുമോന്ന് അറിയില്ല, എന്നിരുന്നാലും അതൊരു ചാൻസ് ഇന്ന് ഡിസ്കസ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും പ്രധാനപ്പെട്ട ഏരിയാസ് നോട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് അവിടേക്ക് വരുന്ന സമയത്ത് മാർക്കറ്റ് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ള ബേസ് ചെയ്തിട്ട് ശേഷം മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം. അത് ഫ്രീ ആയിട്ട് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അതിനു വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്. ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക. അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ്. അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു.